ബേപ്പൂർ മണ്ഡലം ഞാൻ വോട്ടറായിട്ടുള്ള മണ്ഡലമാണ്. അൻവർ നിലന്തൊടില്ല. ഷുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് പോലും ഒറ്റ MLA ഇല്ലാത്ത സ്ഥലമാണ്. പിണറായി സർക്കാർ വരും. PV അൻവർ എന്ന് പറയുന്നത് ഒരു തൃണമാണ്. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് നിലമ്പൂർ. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന പ്രവണത കണ്ടിരുന്നു. പിണറായിസം, സതീശനിസം, അൻവറിസം അങ്ങനെ നിരവധി ഇസങ്ങൾ ഘടകമാകുന്ന നിലമ്പൂരിൽ വിധിയെഴുത്തിനായുള്ളത് കേവലം ഇനി 2 ആഴ്ചകൾ മാത്രമാണ്. ചോദ്യങ്ങൾ അനവധിയാണ്, ആവേശവും കൗതുകവും ഏറെയാണ്. പരമ്പരാഗത വോട്ടുകൾക്ക് കാലിടറുമോ, അതോ സാമുദായിക സമവാക്യങ്ങൾ, ജനകീയ ആവശ്യങ്ങൾ, ചരിത്രങ്ങൾ ഇവയെല്ലാം ആർക്ക് വഴി തുറക്കും? ഉപതെരഞ്ഞെടുപ്പ് ആണ് ഇന്നത്തെ ദ വീക്കെൻഡ് ഫോക്കസിലെ ചർച്ചാ വിഷയം. നമ്മോടൊപ്പം എന്നുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ A. സജീവൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമുക്ക് ആദ്യം നിലമ്പൂരിലെ സാഹചര്യം ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഇപ്പോൾ UDF-ഉം LDF-ഉം BJP-യും അതുപോലെ തന്നെ PV അൻവറും എല്ലാവരും കളത്തിലേക്ക് നേരിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ ഇപ്പോഴുള്ളത്. അപ്പം ഈ ഒരു ആദ്യഘട്ടം, തെരഞ്ഞെടുപ്പിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു പ്രചരണ ചൂടിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഈ ഒരു ആദ്യത്തെ സാഹചര്യം നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്? നിലമ്പൂരിൽ കൃത്യമായിട്ട് പല ആളുകളും പറയുന്നത് ചതുഷ്കോണ മത്സരം എന്നൊക്കെയാണ്. ഞാൻ അതിനെ ചതുഷ്കോണ മത്സരമായിട്ട് കാണുന്നില്ല. സ്ഥാനാർത്ഥികളുടെ എണ്ണം വെച്ചിട്ടല്ല എത്ര ആളുകൾ മത്സരിക്കുന്നു, ചതുഷ്കോണമാണോ ത്രികോണമാണോ അല്ലെങ്കിൽ നേരിട്ടുള്ള മത്സരമാണോ എന്ന് പറയുക. നിലമ്പൂരിൽ UDF-ഉം LDF-ഉം തുല്യ ശക്തികളായിട്ട്, ഒരു പക്ഷേ UDF-ന് ചെറിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അങ്ങനെയുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അൻവർ ഇതിനൊക്കെ പകരമായിട്ടൊരു 3ാമത്തെ ശക്തിയായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അൻവറിന് കിട്ടാവുന്ന വോട്ടുകൾ, കിട്ടിയിട്ടുള്ള വോട്ടുകളൊക്കെ വെച്ച് നോക്കിയാൽ അൻവർ ഒരു പ്രബലമായ ശക്തിയല്ല. പക്ഷെ അൻവർ തീരുമാനത്തിൽ, അതായത് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് തീരുമാനിക്കുന്നതിൽ അൻവർ ഘടകമാണ്. അതേപോലെ BJP-യുടെ ഈ കഴിഞ്ഞ 3 തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ പോലും അറിയാവുന്ന ഒറ്റ കാര്യം, അതായത് ഇപ്പോൾ വരുന്നതിന് മുമ്പത്തെ 3 തെരഞ്ഞെടുപ്പ് ആദ്യം അവർക്ക് കഷ്ടിച്ച് 4% വോട്ട് ഷെയറാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 2016 എത്തിയപ്പോഴേക്കും അവർക്ക് 7.1 അങ്ങനെ 7% അടുത്ത് വോട്ട് ഷെയർ കിട്ടി. സ്വാഭാവികമായിട്ടും BJP-ക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഈ വോട്ട് ഷെയർ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിലമ്പൂരിലെ കാഴ്ച അതല്ല. നിലമ്പൂരിൽ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ട് ഷെയർ കുറഞ്ഞു, വളരെ കുറഞ്ഞിട്ട് 4-ന് 4-ന് കുറച്ച് കൂടുതൽ ആയിട്ട് മാറുന്നൊരവസ്ഥ വന്നു. അതായത് ഏതാണ്ട് 3% വോട്ട് അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ BJP അതിനേക്കാൾ വലിയ അത്ഭുതം സൃഷ്ടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ആകെ അവർ ചെയ്തിട്ടുള്ളത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ, മലയോര കർഷക വിഭാഗത്തിൽപ്പെട്ട മാർത്തോമ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ നേടിയെടുക്കുക എന്നുള്ള ഒരു തന്ത്രം അവർ നടപ്പാക്കിയാൽ പോലും അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നേരത്തെ ഈ BDJS-ന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴുള്ള അവസ്ഥയേക്കാൾ കുറവായിരിക്കും. അപ്പൊ അത് 4%, 5% വോട്ടാണ് അവർക്ക് കിട്ടുക. അൻവറിന്റെ കാര്യത്തിലാണെങ്കിൽ അൻവർ 2016 അൻവർ ജയിച്ചിട്ടുള്ളത് ഷൗക്കത്തുമായിട്ടാണ്. അന്ന് അദ്ദേഹത്തിന് 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2021 മത്സരത്തിൽ അൻവർ VV പ്രകാശുമായിട്ടാണ് മത്സരിച്ചത്. സാധാരണ ഗതിയിൽ അവിടെ മുസ്ലിം കാൻഡിഡേറ്റ് അല്ല എങ്കിൽ വോട്ട് കുറയേണ്ടതാണ്, കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. പക്ഷെ അവിടെ അൻവറിനെ VV പ്രകാശ് ഭൂരിപക്ഷം 2,700-ലേക്ക് കുറച്ചു കൊണ്ടുവന്നു. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അൻവറിന്റെ മാത്രം പ്രാബല്യം എന്ന് പറയുന്നത് കുറവാണ്. 2016 ഈ അദ്ദേഹം കോൺഗ്രസ് നിന്ന് വിട്ട് ഇപ്പുറത്തേക്ക് വരുന്നു, ശക്തമായ പോരാട്ടം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് മത്സരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ ശക്തി കുറയുന്നു. LDF-ന്റെ വോട്ട് വീതമാണുള്ളത്. ഒരു പക്ഷേ ഇപ്പോഴൊക്കെ പറയുന്ന പോലെ അന്ന് VV പ്രകാശിന്റെ പരാജയത്തിന് കാരണം കോൺഗ്രസിലെ തന്നെ
ചില പടലപിണക്കങ്ങളാണെന്നുള്ളത് കൂടി കണക്കിലെടുത്താൽ അവിടെ സാധാരണ രീതിയിൽ പ്രകാശ് ജയിക്കേണ്ടായിരുന്നു. അൻവറിന് അത്ര വലിയ ശക്തിയൊന്നുമില്ല. അൻവർ കുറെ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ വാർത്ത സൃഷ്ടിക്കാനായിട്ട് രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അത്തരം ഒരു സംഭവം. അപ്പൊ സത്യത്തിൽ നിലമ്പൂരിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് രണ്ട് പ്രബലമായ മുന്നണികൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ്. ഒരു സംശയമില്ല, അതിശക്തമായ പോരാട്ടമാണ്. അതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് തീരുമാനിക്കാൻ ഒരു പക്ഷേ BJP പിടിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളും അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് UDF-ന്റേതാണോ LDF-ന്റേതാണോ എന്നാണ് ഇനി നോക്കാനുള്ളത്. അത് മാത്രമേ ഇതിൽ വിധി നിർണായകമായിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾക്ക് അൻവർ ആണെങ്കിൽ ഒരു അഭിമാന പോരാട്ടം എന്ന നിലയിലാണ് നിലമ്പൂരിനെ കാണുന്നത്. അൻവർ മാത്രമല്ല, M സ്വരാജ് ആണെങ്കിലും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും എല്ലാവരുടെയും ഒരു അഭിമാന പോരാട്ടമാണ്. ഒരു വിജയം എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടക്കുന്ന വലിയൊരു ശക്തമായ പോരാട്ടമാണ്. അപ്പം ഇതിൽ സ്വരാജിന് ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് മുൻപത്തെ പരാജയം നോക്കുകയാണെങ്കിലും, അതേസമയം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് പരാജയം സംഭവിക്കുകയാണെങ്കിലും VS ജോയിയെ തഴഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങിയ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് ഷൗക്കത്തിനെയും സാരമായി ബാധിക്കും. അൻവറിനെ സംബന്ധിച്ച് ഇടതിലേക്കും പോകാനില്ല, വലതിലേക്കും പോകാനില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയാണ് അൻവറിനെ സംബന്ധിച്ച്. അപ്പം ഈ തെരഞ്ഞെടുപ്പ് ജനവിധി വരുമ്പോൾ ആരുടെ തലവിധിയായിരിക്കും മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരുടെ തലവരയായിരിക്കും മാറാൻ പോകുന്നത്? അതേസമയം തന്നെ ആർക്കായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി വലിയ തലവേദനയാകാൻ പോകുന്നത്? തീർച്ചയായിട്ടും കൗതുകരമായ ചോദ്യമാണ്. കാരണം മറ്റ് പല സ്ഥലങ്ങളിലുള്ളതിന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള മറ്റു ഉപതെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ. ഇപ്പൊ ഏറ്റവും തൊട്ടടുത്ത് നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് അതിനു മുമ്പേ അതിനോടൊപ്പം നടന്നില്ല പാലക്കാട് തെരഞ്ഞെടുപ്പ്, ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ അതിനപ്പുറത്ത് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ മാറ്റം. ഇപ്പൊ നമ്മൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സഹതാപ തരംഗം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ ഉമാ തോമസിന്റെ മരണത്തിന് ശേഷം PT തോമസിന്റെ മരണത്തിന് ശേഷം ഉമാ തോമസ് മത്സരിക്കും, അവിടെയും സഹതാപ തരംഗം ഉണ്ടാകും. അവിടെയൊക്കെ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ പാലക്കാട് UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ അട്ടിമറി ഉണ്ടായാലാണ് അത്ഭുതം. രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി തോറ്റിരുന്നെങ്കിൽ വലിയൊരു അടിയായിരുന്നു ഉണ്ടാവുക. ഇതൊന്നും അല്ലാത്ത രൂപത്തിലാണ്. പക്ഷെ ചേലക്കരയിലുള്ള ഒരു കാര്യം, ചേലക്കരയിൽ രാധാകൃഷ്ണൻ നേടിയ ഭൂരിപക്ഷം LDF-ന് അവിടെ നേടാൻ പറ്റിയില്ല. അവിടെ രാധാകൃഷ്ണൻ ഒരു വലിയൊരു മേൽക്കൈയുണ്ട്. രാധാകൃഷ്ണൻ അവിടെ ഒരു കൂടുതൽ സ്വീകാര്യതയുണ്ട്. അപ്പോൾ സ്വാഭാവിക, പക്ഷെ അവിടെ LDF ജയിച്ചു, ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ഭൂരിപക്ഷം കുറഞ്ഞത് സർക്കാരിനെതിരായ ജനവിധിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നത്. അതൊക്കെ അങ്ങനെ പറയാം. നിലമ്പൂരിന്റെ കാര്യം അതല്ല. നിലമ്പൂരിൽ LDF ആണ് ജയിച്ചതെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന PV അൻവർ എന്ന അവിടുത്തെ MLA ഇപ്പോൾ LDF-നോടൊപ്പമല്ല. അപ്പൊ PV അൻവറിന്റെ വോട്ടുകൾ മാറ്റിവെച്ചാൽ അവിടെ LDF ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് മുമ്പത്തെ 2 ജയം, ഒന്ന് കുഞ്ഞാലിയുടെ ജയം, അതാണ് പാർട്ടി സ്വന്തം നിലയിൽ ജയിച്ചിട്ടുള്ള ജയം. അത് കൂടെ കളിച്ചു. കുഞ്ഞാലി എന്ന് പറയുന്നത് നമുക്കറിയാം, സഖാവ് എന്ന് മാത്രമേ അവർ പറയും. കുഞ്ഞാലി എന്ന വാക്ക് പോലും CPM-മാർ പറയും, പ്രത്യേകിച്ച് നിലമ്പൂരുള്ള ആളുകൾ പറയില്ല. അത്രയും ശക്തനായ, അത്രയും ജനകീയനായ നേതാവായിരുന്നു കുഞ്ഞാലിക്ക് ശേഷം പിന്നീട് അവിടെ ജയിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ഇപ്പുറത്തേക്ക് വന്നുള്ള TK ഹംസയാണ്. TK ഹംസ അവിടെ DCC പ്രസിഡന്റ് ആയിരുന്നു. 13 DCC പ്രസിഡന്റുമാർക്കും സ്ഥാനാർത്ഥിത്വം കൊടുത്തു. 14-ആയിട്ടുള്ള TK ഹംസയെ കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് CPM അല്ലെങ്കിൽ LDF പിന്തുണ കൊടുക്കുന്നു. അങ്ങനെയാണ് അവിടെ TK ഹംസ ജയിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ വോട്ടും LDF-ന്റെ വോട്ടും ചേർന്നിട്ടാണ് അവിടെ ജയം ഉണ്ടാവുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവൻ UDF-ന്റെ മണ്ഡലമാണത്. ഈ അൻവർ വന്നപ്പോഴും LDF-ന്റെ വോട്ട് പ്ലസ് PV അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം, അതിന്റെ വോട്ട്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വോട്ട് കുറയുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം ഉള്ള ആളുകളുടെ എണ്ണം കുറയുന്നു. അതായത് 11,000-ൽ നിന്നും 2,700-ലേക്ക് കുറയുമ്പോൾ അൻവറിനെ പിന്തുണച്ച കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ UDF-കാരുടെ എണ്ണം കുറയുന്നു എന്നർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ട് അത് UDF-ന്റെ മണ്ണാണ്. അവിടെ സ്വരാജ് തോറ്റാൽ ഒരു അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷേ പറയാവുന്ന ഒരു കാര്യം, പിണറായി സർക്കാരിന്റെ കാലത്ത് അവരുടെ മണ്ഡലത്തിൽ
അട്ടിമറി ജയം നേടാൻ പറ്റിയെന്ന ഒരു ആത്മവിശ്വാസം UDF ഉണ്ടാവും. പക്ഷേ അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF തോറ്റാലോ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റാലോ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് ഒരു വേണമെങ്കിൽ പറയാം, അൻവറിന്റെ പിന്തുണയില്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റാണെന്ന് പറഞ്ഞു നിൽക്കുക. പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയ പരാജയത്തിന് അപ്പുറത്ത് VD സതീശന്റെ നേരെ VD സതീശന്റെ രാഷ്ട്രീയ പരാജയമായിട്ട് കണക്കാക്കപ്പെടും. VD സതീശനെതിരെ അൻവറോ മറ്റാരെങ്കിലും അല്ല, കോൺഗ്രസിനകത്ത് ഇപ്പോൾ തക്കം പാർത്തിരിക്കുന്ന ഈ റിസൾട്ട് വന്നിട്ട് ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ VD സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഇല്ലാതാക്കാൻ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ UDFനെ VD സതീശൻ നയിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചുരുങ്ങിയ ആളുകളൊന്നുമില്ല, സാധാരണ ആളുകളൊന്നുമില്ല, വളരെ പ്രബലരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. ലീഗിന് പോലെ ഈ സതീശിന്റെ പല നിലപാടുകളോടും എതിർപ്പുള്ളതായിട്ട് നമുക്കറിയാം. പക്ഷെ അവരെ മാറ്റിയെടുത്ത് കോൺഗ്രസിനകത്ത് താല്പര്യങ്ങൾ അത്രയുണ്ട്. അപ്പൊ ഇവിടെ ഷൗക്കത്ത് തോറ്റാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് VD സതീശന്റെ രാഷ്ട്രീയ ഭാവിയെ, അല്ലെങ്കിൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നില്ല, സ്വപ്നങ്ങളെ അത് തീർച്ചയായിട്ടും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണെന്നപ്പം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസ് ഇപ്പം ഇടതുപക്ഷത്തിന് എതിരെ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് പാലക്കാട് സംഭവിച്ച പോലത്തെ ഒരു CJP കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഇപ്പോൾ സർ, താങ്കൾ പറഞ്ഞത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന് ലഭിക്കുന്ന പരമ്പരാഗത വോട്ടുകളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, PV അൻവറിന്റെ ഒരു സ്വാധീനം കോൺഗ്രസിന് ആദ്യം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ VS ജോയെ മാറ്റിയ സമയത്ത് ക്രൈസ്തവ വോട്ട് ബാങ്കിലത്തെ ആ ഒരു വോട്ടിൽ ഒരു പക്ഷേ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം BJPന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മോഹൻ ജോർജ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് BJPയുടെ ഒരു മൂവ് സംഭവിക്കുന്നത്. മാത്രമല്ല അൻവറിലൂടെ ചെറിയ തരത്തിലെങ്കിലും ഒരു ഭിന്നിപ്പ് കോൺഗ്രസിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ ഈ സതീശനിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യപ്പെടുമോ? എന്തായിരിക്കും കോൺഗ്രസിലെ അതിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ പറ്റിയൊരു അമളിയാണ്. അതായത് BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് LDFന് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും BJPക്ക് അല്ലെങ്കിൽ അവരുടെ NDA മുന്നണിക്ക് കിട്ടാവുന്ന കുറെ വോട്ടുകൾ, SNDP വോട്ടുകൾ സ്വാഭാവികമായിട്ടും LDFന് അനുകൂലമായിട്ട് പോകും. പക്ഷെ അവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ, മലയോര ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലൊരു ശതമാനവും ബഹുഭൂരിപക്ഷവും UDFന് അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം അത്രയും ഭീകരമായ രൂപത്തിലുള്ള വന്യമൃഗ ആക്രമണം നേരിടുന്ന വിഭാഗമാണ് ആ പ്രത്യേകിച്ച് നിലമ്പൂർ പ്രദേശത്തുള്ള ആളുകൾ. പോത്തുകല്ല് തുടങ്ങിയുള്ള ഭാഗങ്ങളിലൊക്കെ വളരെ ഭീകരമാണ് അവിടുത്തെ സ്ഥിതി. നമ്മളിപ്പോൾ അറിയുന്ന പോലെ ഒന്നുമില്ല, പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, അത്രയും രൂക്ഷമാണ്. കൃഷി നശിപ്പിക്കുന്ന, ആളെ കൊല്ലുന്നതിനേക്കാൾ അപ്പുറത്ത് ആളെ കൊന്ന ഒരാൾ പോകുന്നുള്ളൂ. പക്ഷേ വ്യാപകമായ കൃഷിനാശം അത് കാട്ടുപന്നി മുതൽ തുടങ്ങുകയാണ്. കാട്ടുപന്നി, മയില് തുടങ്ങിയിട്ടുള്ള ഇവിടെ തുടങ്ങിയിട്ട് ആന കരിമ്പിൻതോട്ടത്തിൽ കയറിയ പോലെ ഇത് നമ്മൾ പറഞ്ഞു കേട്ടില്ല. അവിടെയൊക്കെ പലപ്പോഴും ആന ഈ തെങ്ങിൻ തോട്ടത്തിലോ അല്ലെങ്കിൽ കൃഷിഭൂമിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിലംപരിശാവും. അപ്പൊ ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് സർക്കാർ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് വനം വകുപ്പിനെ കുറിച്ച് വളരെ കടുത്ത പരാതി ഉള്ളത് കൊണ്ട് അവിടെ ഈ പുരോഹിതന്മാർ പോലും, ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോലും രംഗത്ത് വന്നിട്ട് പരസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് ആ വോട്ടുകൾ പരമാവധി കിട്ടുമായിരുന്നു. BJP നിർത്താതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ 4% ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ വളരെ ദയനീയമാകും എന്ന് കണ്ടിട്ടാണ് വെറുതെ അത് മാറിയത്. അതിന് വെറുതെ പ്രകോപിപ്പിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ BDJS നിന്നാൽ പോലും ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. പകരം BJPയെ കൊണ്ട് തന്നെ എന്നാ പിന്നെ കാണാം എന്ന രൂപത്തിൽ കുറെ ക്രിസ്ത്യൻ വോട്ടുകൾ നേടുന്ന രൂപത്തിൽ UDFന്റെ തന്നെ ഭാഗമായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരാൾ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അത് അയാൾ എപ്പോഴാണ് അംഗമാണോ മറ്റേത് അതൊന്നും ബാധകമല്ല. അയാൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അയാൾ എടുക്കുന്നു. മാർത്തോമ സഭക്കാരനാണ്. അവിടെ നിലമ്പൂർ പ്രദേശത്തുള്ള കൂടുതൽ മാർത്തോമക്കാരാണ്. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പ്രത്യേകത ഈ കുടിയേറ്റ കർഷകരുടെ അതിൽ പെടുന്ന ഒരാളാണ്. ആ മണ്ഡലത്തിലെ ആളാണ്. അപ്പൊ ഇതുകൊണ്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന കുറെ വോട്ടുകളുണ്ട്. അതിന്റെ നഷ്ടം സ്വാഭാവികമായിട്ട് എന്തായാലും
LDF കിട്ടില്ല, UDF നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതൊരു ഒരു ഒരു തിരിച്ചടി തന്നെയാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ. ഇതുകൊണ്ട് തന്നെ ഇത് പ്രശ്നം സതീശനിലേക്ക് പോകും എന്ന് ഞാൻ പറയുന്നത്, മൊത്തമായിട്ട് UDF ഉണ്ടാവുന്ന നഷ്ടങ്ങളെക്കാൾ കൂടുതൽ എന്ത് നഷ്ടം സംഭവിച്ചാലും ഇതിനൊക്കെ കാരണം സതീശനാണ്, സതീശന്റെ ദാർഢ്യമാണ് എന്ന് PV അൻവർ പറയും. അൻവറിനും അവിടെ ഷൗക്കത്ത് തോറ്റല് ഉണ്ടാവുന്ന ഒരു അൻവറിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? അൻവർ ഇത്രയും കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് നടത്തിയുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. അദ്ദേഹം പിണറായിത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയും, അത് എപ്പോഴും പറയുന്നത്. മരുമോനിസത്തെ കുറിച്ച് പറഞ്ഞു, അതും സ്വാഭാവികമായിട്ട് പറയാവുന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ ഈ പിണറായിയെ തകർക്കുക എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞുള്ളത് പിന്നെ ഷൗക്കത്ത് ജയിക്കില്ല. ഒരു കാരണം ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ LDF ജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം ആര്യാണ് ഷൗക്കത്തിന്റെ കടലാസ് വെട്ടി എന്നുള്ള പേര് വെട്ടി എന്നാണ്. എന്ന് വെച്ചാൽ അതിന് അദ്ദേഹം 5 കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുസ്ലിം സമുദായത്തിനെതിരാണ്. അദ്ദേഹത്തിന്റെ 2 സിനിമകളും ദൈവത്തിന്റെ നാമത്തിൽ, പാഠം 1 ഒരു വിലാപം, ഇത് രണ്ടും മുസ്ലിം സമുദായത്തിനെതിരെയാണ് എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ എതിരെയാണ് അദ്ദേഹം. കാരണം മുസ്ലിം പാണക്കാട് തങ്ങന്മാർ ജപിച്ചു ഓതുന്നത്, മന്ത്രിച്ചു ഓതുന്നത് എന്നെ പരിഹസിച്ചയാളാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസിനകത്ത് തല്ലുണ്ടാക്കിയിട്ടുള്ള ആളാണ്, VV പ്രകാശനെ തോൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അത് കോൺഗ്രസ്സുകാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ. വ്യാപാരി വ്യവസായികളെ കൊള്ളയടിച്ചുകൊണ്ട് അവിടെ പാട്ടുത്സവം നടത്തിയെന്ന് പറഞ്ഞു. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കഠിനമായ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. ഈ 5 ആരോപണങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അത് സ്വരാജിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശബരിമല പ്രശ്നത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞു. അത് സ്വരാജും CPM ഒക്കെ പറഞ്ഞ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് അവർക്ക് വലിയ പ്രശ്നമല്ല. പക്ഷെ ഈ 5 ആരോപണങ്ങൾ UDF സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ഷൗക്കത്തിനെ തോൽപ്പിക്കലാണ്. കാരണം ഷൗക്കത്ത് തോറ്റാൽ അതോടുകൂടി കോൺഗ്രസിൽ പ്രശ്നം വരും. സതീശനെതിരെ നീക്കുന്നതാണ്. PV അൻവറിനെ സോഫ്റ്റ് കോർണറുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പ്രബലരായ ആള്, ഞാൻ പേര് പറയുന്നു, ഇപ്പൊ തൽക്കാലം പേര് പറയുന്നില്ല, അവര് സ്വാഭാവികമായിട്ട് സതീശനെതിരെ പട നയിക്കും. സതീശനാണ് അവിടുത്തെ തോൽവി കാരണം എന്ന് പറയുന്നത്. അൻവറിനെ മെല്ലെ പിടിച്ചു കയറിയിട്ട് ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് കിട്ടില്ല, തോറ്റു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വേണം, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് അൻവറിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ UDFന്റെ പരാജയം സംഭവിച്ച പരാജയം തന്നെയാണ്. അത് സ്വാഭാവികമാണ് UDFന്റെ പരാജയം. പക്ഷെ അപ്പൊ ആ പരാജയത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി, സതീശ വിരോധികൾ എല്ലാവരും കൂടി നീങ്ങുന്നത് സതീശന്റെ തലവെട്ടാനായിരിക്കും. കാരണം അവരുടെയൊക്കെ ലക്ഷ്യം 2026 മുഖ്യമന്ത്രി പദമാണ്. അപ്പോഴും മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ UDFനെതിരെ പറയുന്ന ഈ വന്യമൃഗശല്യം എല്ലാം അനുകൂലമാകുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സർക്കാരിന് വിരുദ്ധമായി നിൽക്കുന്ന മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പൊ വന്യമൃഗശല്യം മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഒട്ടനവധി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ തൊടുത്തുവിട്ട് ഒരു അമ്പ് അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ആശാവർക്കർമാരുടെ സമരം. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ശരിക്കും നിലമ്പൂരിൽ സർക്കാരിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും ഏകോപിപ്പിച്ച് ഒരു ക്യാമ്പയിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പയറ്റാനായിട്ട് UDFന് പലപ്പോഴും സാധിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFന് വലിയൊരു പരാജയത്തിന്റെ കാരണം അതായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ നിലമ്പൂരിലും അത്തരത്തിലൊരു സസ്റ്റൈനബിൾ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതിനെ കൊണ്ടുപോകാനായിട്ട് UDFന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം മറ്റ് പാലക്കാടൊക്കെ ഏതാണ്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതേപോലെയല്ല ഇവിടെ. ഇപ്പോ VD സതീശൻ മുൻപന്തിയിലുണ്ട് പലപ്പോഴും, പല ഘട്ടങ്ങളിൽ. ഇപ്പം ആദ്യം ഈ പ്രചരണത്തിന്റെ തുടക്കം, UDFന്റെ പ്രചരണത്തിന്റെ തുടക്കത്തിന്റെ ദിവസം നേതാക്കന്മാരും പല ആളുകളുണ്ട്. ലീഗിന്റെ പാണക്കാട് തങ്ങന്മാരിൽ ആരും ഒരാൾ പോലും ഉണ്ടായില്ല. പിന്നീട് ഒരാൾ വന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ആദ്യഘട്ട അതാണല്ലോ, തുടക്കത്തിൽ ഇങ്ങനെ എല്ലാവരും നമ്മൾ എന്തിനാണ് ഈ പ്രചരണത്തിന്റെ റാലി, ആദ്യത്തെ ഉദ്ഘാടന റാലി എന്നാൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിൽ ആനയെ അങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തുന്ന പോലെയാണ്. കുടമാറ്റത്തിന്റെ സമയത്ത് എല്ലാ ആനകളും ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന പോലെ ഈ നേതാക്കന്മാരെല്ലാവരും രംഗത്തുണ്ടാകുമ്പോൾ തന്നെ ഒരു ഓളം ഉണ്ടാകും. ആ ഓളത്തിൽ ആരുമില്ല. കുഞ്ഞാലിക്കുട്ടിയുണ്ട്, പിന്നെ മറ്റു കുറച്ച് ലീഗ് നേതാക്കന്മാരുണ്ട്, VD സതീശനുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളില്ലാതെ മുൻ KPCC പ്രസിഡന്റ്, തൊട്ടപ്പുറത്തെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരനില്ല.
മുരളീധരനില്ല, മുല്ലപ്പള്ളി രാമചന്ദ്രനില്ല, VM സുധീരനില്ല. അങ്ങനെ പല നേതാക്കന്മാരുടെയും അഭാവം അവിടെ കാണുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ആദ്യഘട്ടത്തിലുള്ള ഒരു ഓളമാണല്ലോ ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കേണ്ടത്. അതില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ എന്തോ അനൈക്യം ഉണ്ടോ എന്ന് തോന്നുന്നു. അത് ഉണ്ടാക്കിയെടുക്കാൻ അൻവർ ശ്രമിച്ചിട്ടുണ്ട്. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമല്ലോ, UDF-ലേക്കില്ല. VD സതീശൻ UDF-ന്റെ ചെയർമാൻ ആയിരിക്കുന്ന കാലത്തോളം, അതാണ് നോക്കേണ്ടത്, അവിടേക്കില്ല. പിന്നീട് അദ്ദേഹം നന്ദി പറയുന്നത് എനിക്കൊപ്പം നിന്ന K. സുധാകരൻ, മുരളീധരൻ തുടങ്ങിയിട്ട് കുറെ ആളുകളുടെ പേര്, കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പറയുന്നു, പാണക്കാട് സാദിഖൽ തങ്ങളുടെ പേര് പറയുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറയുന്നു. അപ്പൊ അതായത് ലീഗിലെയും കോൺഗ്രസിലെയും മറ്റു നേതാക്കന്മാരൊക്കെ എനിക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ ഉള്ളിൽ UDF-ന് വോട്ട് ചെയ്യേണ്ട ആളുകളുടെ മനസ്സിൽ അതൊരു പ്രത്യാഘാതം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടാക്കും. സത്യത്തിൽ LDF-നെതിരെ കൊണ്ടുവരാവുന്ന ധാരാളം ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഈ പെൻഷൻ കാര്യം പോലും നമുക്കറിയാം, പെൻഷൻ ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നേരത്തെ പ്രഖ്യാപിക്കുകയും പിന്നീട് ഗഡുക്കൾ കൊടുത്തു തീർക്കുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് KC വേണുഗോപാൽ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. അത് കൈക്കൂലിയാണെന്ന് പറയുമ്പോൾ അത് ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് അത് KC വേണുഗോപാൽ പറഞ്ഞ ഒരു വാക്കിനെ അത് കൃത്യമായിട്ടുള്ള നല്ലൊരു ജനകീയ വിഷയം അദ്ദേഹം ചർച്ചയ്ക്ക് ഒരു പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയ്ക്ക് അദ്ദേഹം വെക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷമാണെങ്കിൽ അത് നേരെ തിരിച്ച് കോൺഗ്രസിന് മേൽ അത് തിരിച്ചു വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പം ഏകദേശം ഒരു 40,000-ത്തിലധികം പേരാണ് നിലമ്പൂരിൽ ഈ പെൻഷനെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർ. അപ്പം ഈ 40,000 വോട്ടുകൾ അത് ബാധിക്കുമോ? ഈ KC വേണുഗോപാലിന്റെ വാക്ക് അത് ഏത് മുന്നണിക്കായിരിക്കും തിരിച്ചടിയാകാതെ? അല്ല, അതൊക്കെ നമ്മൾ ഒന്നാമത്തെ നിലമ്പൂർ ഒരു പൊളിറ്റിക്കൽ മണ്ഡലമാണ്, പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ കോൺഗ്രസ്സുകാർ, ഈ പെൻഷൻ വാങ്ങുന്ന കോൺഗ്രസ്സുകാർ 40,000 അല്ലെങ്കിൽ UDF-കാർ 40,000-ൽ 20,000 ഉണ്ടെന്ന് വിചാരിക്കാം. അവർ ഒരാൾ പോലും മറിച്ച് വോട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഈ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവർ സ്വാഭാവികമായിട്ട് എല്ലാ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ ചായവില്ലാതെ അപ്പോൾ തോന്നിയ നിലയ്ക്ക് വോട്ട് ചെയ്യുക. ചിലപ്പോൾ അത് അവർക്കൊക്കെ ഭരണവിരുദ്ധ വികാരമൊക്കെ ബാധിച്ചേക്കാം. കഠിനമായ വോട്ടുകൾ, കടുത്ത പാർട്ടി വോട്ടുകൾ അപ്പുറത്തേക്ക് പോവില്ല. അപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്യും. കോൺഗ്രസ്സുകാരായിട്ടുള്ള ലീഗുകാരായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് തന്ന എന്താണ് ക്ഷേമ പെൻഷൻ അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ അതുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് അതൊക്കെ നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ വോട്ടർമാരെ നമ്മൾ കുറച്ച് കാണിക്കലായിരിക്കും. അപ്പൊ അതങ്ങനെ സംഭവിക്കില്ല. അതൊക്കെ അതേപോലെ ഈ പ്രചരണ രംഗത്തുണ്ടാകുന്ന ഈ കോലാഹലങ്ങളൊക്കെ വേറെ വഴിക്ക് പോകും, ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വേറെ വഴിക്ക് പോകും എന്നുള്ളതാണ് അവസ്ഥ. ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, അൻവറിന് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റുമോ, BJPക്ക് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ പിന്നെ BDJS-ന്റെ വോട്ടില് ഈ വെള്ളാപ്പള്ളി വോട്ടുകൾ അത് എങ്ങോട്ടേക്ക് തിരിയും എങ്ങോട്ടേക്ക് തിരിയാനുള്ള സാധ്യത എത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് UDF-ന് അനുകൂലമായൊരു മണ്ഡലം LDF-ന് പോകുമെന്ന് പറയാൻ പറ്റും. ശരിക്കും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റും. അതായത് സാമുദായിക വോട്ടുകളിൽ സ്വാഭാവികമായിട്ടൊരു ഭിന്നിപ്പ് ഉണ്ടാവുന്നുണ്ടല്ലോ. മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയാകുമ്പോഴും PV അൻവർ സ്ഥാനാർത്ഥിയാകുമ്പോഴും അതുപോലെ തന്നെ ഈ BDJS എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം മാറ്റിയിട്ട് BJP കടന്നു വരുമ്പോഴൊക്കെ ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്നുണ്ട് സാമുദായിക വോട്ടുകളിൽ. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകും, അൻവറിലേക്കും UDF-ലേക്കും പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം എന്താണ് താങ്കൾക്ക് തോന്നുന്ന ഒരു ഭിന്നിപ്പ്, അത് ആർക്ക് അനുകൂലമായിട്ടായിരിക്കും ആ ഭിന്നിപ്പ് ശരിക്കും അവിടെ വർക്കാവാ? സ്വാഭാവികം. ഞാൻ അൻവർ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും അൻവർ ഈ പിണറായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അൻവറിന്റെ ലക്ഷ്യം ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത് ആര്യാടന്റെ കാലം മുതലുള്ള ഒരു എന്താണ് പറയുക കുടിപ്പകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം തകർക്കുന്നത് സ്വരാജ് ജയിച്ചാൽ ലക്ഷ്യം തകരില്ല. കാരണം LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൂടുതൽ. UDF-നോടെ പിന്തുണയോട് കൂടിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ UDF-ലെ ഘടകകക്ഷിയായിട്ട് TMC-യെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സീറ്റ് എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. ഒരു സീറ്റ് ആവശ്യപ്പെടുമല്ലോ, ഒന്നെങ്കിലും ആവശ്യപ്പെടും. ഇപ്പൊ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് ബേപ്പൂർ മണ്ഡലമാണ്. ബേപ്പൂർ മണ്ഡലം ഞാൻ
വോട്ടറായിട്ടുള്ള മണ്ഡലമാണ്. അൻവർ നിലംതൊടില്ല. പിന്നെ കോഴിക്കോട് മണ്ഡലത്തിൽ കോഴിക്കോട്ട് അവർക്ക് വേറെ കൊടുക്കാവുന്ന കോൺഗ്രസിന് ഒറ്റ സീറ്റും ഇല്ല. ഷുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് പോലും ഇല്ല. ഒറ്റ MLA ഇല്ലാത്ത സ്ഥലമാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ അവർ തോറ്റ. പക്ഷെ അവിടെ കൊടുത്താൽ സ്വാഭാവികമായിട്ടും അവിടെ പിന്നെ അത് റിയാസ് അല്ല ആര് മത്സരിച്ചാലും അവിടെ LDF ജയിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് മലപ്പുറത്ത് ഇവിടെ വണ്ടൂരാണ് പിന്നെ ഒരു സീറ്റുള്ളത്. അത് സംവരണ മണ്ഡലമാണ്. അവിടെ APN പറഞ്ഞ മാറ്റിയിട്ട് വേറെ സംവരണ സമുദായക്കാരന് വെക്കണം. അവിടെയും കിട്ടില്ല. പിന്നീട് ലീഗിന്റെ മണ്ഡലം അവർ കൊടുക്കില്ല. പിന്നെ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി ജയിച്ചാൽ അബ്ദുറഹിമാൻ ജയിച്ചെടുത്ത് അവിടെ സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിലും അവിടെ അബ്ദുറഹിമാനെതിരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള LDF സ്ഥാനാർത്ഥിക്കെതിരെയോ മത്സരിക്കണം. അവിടെ അത്തരം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആണ് ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഈ മണ്ഡലത്തിൽ നിലമ്പൂരിൽ 2026 ജയിക്കാൻ പറ്റില്ല. പിന്നെ ഈ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം, വേറെ ഒന്നുമില്ല. പിണറായി വിജയൻ മറക്കും, ബാക്കിയൊക്കെ മറക്കും. ഒരേ ഒരു ലക്ഷ്യം ഷൗക്കത്തിനെ തോൽപ്പിക്കലാണ്. അതിലൂടെ VD സതീശനെ തോൽപ്പിക്കലാണ്. അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമല്ല, വേറെ ചില ആളുകളുടെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് പിറകിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളുകളുടെ താല്പര്യമാണ്. ഇത് രണ്ടും നടത്താനുള്ള അക്ഷീണമായ ശ്രമം എന്തായാലും ഇവിടെ ഉണ്ടാവുന്ന സംശയം. മറ്റൊരു കാര്യം, ഈ നിലമ്പൂരിന് ഇപ്പം UDFന് ഒരു എഡ്ജുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഗ്രാസ് റൂട്ടിലുള്ള അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനം ആ ഒരു എഡ്ജിനെ മറികടക്കാനുള്ള തരത്തിൽ നടക്കുന്നുണ്ടോ? ഒരു ആദ്യഘട്ടെല്ലാം പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മള് ഒന്നാമത് LDFന്റെ പ്രത്യേകിച്ച് CPMന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്ന അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പരമാവധി വോട്ടുകൾ കൃത്യം കണക്കുകളാണ്. കിട്ടാവുന്ന വോട്ടുകൾ, കിട്ടാതിരിക്കുന്ന വോട്ടുകൾ, BJPക്ക് പോകുന്ന വോട്ടുകൾ, നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടുകൾ, ഇതൊക്കെ അവരിങ്ങനെ കൃത്യം കണക്ക് കൂട്ടും. അപ്പൊ കിട്ടാവുന്ന വോട്ടുകൾ മുഴുവൻ അവർ ആദ്യമേ ഉറപ്പിച്ചു നിർത്തും. അതിൽ സംശയം ഉണ്ടാവില്ല. ഇളകി നിൽക്കുന്ന വോട്ടുകളുണ്ട്, അതിലവർ സ്ക്വാഡ് വർക്ക്, നമ്മളിപ്പോ UDF ഒക്കെ ഇപ്പോഴും അടുത്ത കാലത്താണ് സ്ക്വാഡ് വർക്ക് ഒക്കെ തുടങ്ങിയത്. സ്ക്വാഡ് വർക്ക് വളരെ കൃത്യമായിട്ട് നടപ്പാക്കുന്ന പാർട്ടിയാണ് CPM. അപ്പൊ അവർ ആ സ്ക്വാഡ് വർക്ക്, പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ കുഞ്ഞാലിക്ക് ശേഷം ആദ്യമായിട്ട് ഒരാൾ മത്സരിക്കുന്നു, അദ്ദേഹം മണ്ഡലക്കാരൻ മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിന്റെ പ്രവർത്തനം, ഞാൻ അറിഞ്ഞിടത്തോളം അവർ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ സ്ക്വാഡ് വർക്കുകളിലൂടെ ഈ ഓരോ ക്യാമ്പയിൻ, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിനിലൂടെ അവരതിനുള്ള ശ്രമം നടത്തിക്കൊണ്ട് അവർക്ക് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ 2 ജയമാണ് ഉണ്ടാവുക. ഒന്ന്, UDFന്റെ ഒരു 2026 ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നതിന് പരാജയപ്പെടുത്തുക, അതിന് 3ാം പിണറായി സർക്കാർ വരും എന്ന് ഒരു ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം നമ്മൾ PV അൻവർ എന്ന് പറയുന്നത് ഒരു തൃണമാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി ചേർന്നിട്ടുള്ള ഒരു തൃണം മാത്രമാണ് എന്ന് സ്ഥാപിക്കൽ കൂടിയാണ് അവരുടെ ലക്ഷ്യം. അത് അതിനുവേണ്ടി ചത്ത പണിയെടുക്കുക നമ്മൾ പറയില്ലേ, ആ ചത്ത് പണിയെടുക്കും. അത് റിസൾട്ട് എങ്ങനെയെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം അത് ഞാൻ നേരത്തെ പറയില്ല, UDF മണ്ഡലമാണ്, UDFന് മേൽക്കൈ ഇപ്പോഴും ഉള്ള മണ്ഡലമാണ്. അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ തിരിയും എന്നുള്ള കാര്യം കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേ അത് വ്യക്തമാവുകയുള്ളൂ. വരാനിരിക്കുന്ന 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന നൽകും എന്നതാണ് നമ്മളൊരു വിലയിരുത്തൽ. എന്തായിരിക്കും ആ ഒരു തരംഗം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുമെന്നൊരു ഒരു പോയിന്റർ ആകുമെന്നുള്ളൊരു ഒരു ഒരു അങ്ങനെ ഒരു അനാലിസിസ് ഉണ്ട്. പക്ഷേ ആ ഒരു അനാലിസിസിന് എത്രമാത്രം സാധ്യതയുണ്ട്? ഒരു വർഷമുണ്ട് ഇനി ഉള്ളതെന്നാണ്, അതായത് 2026 ഇനി ഒരു വർഷം കൂടിയുണ്ട്. അപ്പം ആ ഒരു ശരിക്കും നിലമ്പൂർ ഒരു സൂചനയാകുമോ, അല്ലെങ്കിൽ ഒരു തരംഗം എന്താണ് 2026 തരംഗം എന്ന് നമുക്ക് നിലമ്പൂരിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അതായത് ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ രീതിയിലാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അതിന്റെ റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. അതിന്റെ റിസൾട്ട് ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. കേരളത്തിന്റെ മൊത്തം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നോക്കുക. ഈ ഒരു ജില്ലാ കൗൺസിൽ ഗംഭീരമായ നേട്ടം ഉണ്ടാക്കാൻ ആദ്യത്തെ ജില്ലാ കൗൺസിൽ അങ്ങനെ ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായ വിജയം LDFനുണ്ടായി. അപ്പോ എന്ത് EK നായനാരാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു വർഷം ഏതാണ്ട് ഒരു വർഷം പിന്നെയുണ്ട് ഭരിക്കാൻ.
അദ്ദേഹം മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സംഭവിച്ചത് എന്താണ്? UDF കൊണ്ടുപോയി. അതായത് LDF അനുകൂലമായ ഗംഭീരമായ വിധിയെഴുത്ത് നടന്നിട്ട് UDF കൊണ്ടുവന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കട്ടനൈസർ ആയിരിക്കും എന്ന് വെച്ചാൽ ഒരിക്കലാവില്ല. അതിന്റെ പാറ്റേൺ വേറെയാണ്. ഇവിടെ നിലമ്പൂരിന്റെ കാര്യത്തിലാണെങ്കിലും അതേ രീതിയിലാണ്. അട്ടിമറിയൊക്കെ സംഭവിക്കണം വെച്ചാൽ നിലമ്പൂർ അല്ലാത്തൊരു മണ്ഡലം, ഇപ്പൊ ബേപ്പൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള മണ്ഡലത്തിൽ LDFന്റെ ഷുവർ സീറ്റ് ആയിട്ടുള്ള മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാവുന്നുവെങ്കിൽ അത് നമുക്ക് പറയാം അതൊരു സൂചകമാണെന്ന്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിന്റെ ഇതുവരെയുള്ള ചരിത്രം നോക്കിയാൽ കുഞ്ഞാലി കഴിഞ്ഞാൽ TK ഹംസ കോൺഗ്രസ് എന്ന് വന്നപ്പോൾ ഉണ്ടായത്, ആര്യാണ മുഹമ്മദ് അല്ല PV അൻവർ കോൺഗ്രസ് നിന്ന് വന്നപ്പോൾ ഉണ്ടായത്, അല്ലാത്ത ഘട്ടത്തിൽ മുഴുവൻ UDFനോട് ഒട്ടിയുന്ന മണ്ഡലമാണ്. വലിയ ഭൂരിപക്ഷം ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും UDFന് അനുകൂലമായ മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള റിസൾട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമാണെന്നോ കർട്ടൻ റൈസർ ആണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഈ എം സ്വരാജ് എന്നുള്ള വ്യക്തിക്ക് വളരെ ജനകീയനാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടോ എം സ്വരാജ്? രണ്ടുപേരും അത് ശരിക്കും ഈ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഈ രണ്ടുപേർക്കും നല്ല സ്വീകാര്യതയുള്ള ആളുകളാണ്. ആര്യാട് ഷൗക്കത്ത് എന്ന് പറയുന്നത്, പക്ഷെ ഷൗക്കത്തിനെ സംബന്ധിച്ചൊരു VV പ്രകാശിന്റെ ഒരു വോട്ടിൽ ഒരു കുറച്ച് ശതമാനം വോട്ടുകൾ നഷ്ടമാവാൻ സാധ്യതയുണ്ടോ ഷൗക്കത്തിലേക്ക്? VV പ്രകാശിൻ്റെത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാര്യമുള്ളത്, കോൺഗ്രസിന്റെ അന്നത്തെ ഒരു പ്രശ്നമുണ്ട്, പ്രകാശൻ ജയിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അത് തോൽക്കുന്നതിന് കാരണം, തോൽപ്പിച്ചു എന്ന് പറഞ്ഞില്ല, തോൽക്കുന്നതിന് കാരണം ഷൗക്കത്താണെന്നുള്ളത് തോന്നുന്നു ഒരു പ്രചരണം അന്നേ ഉണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടായിക്കൂടാതില്ല. കാരണം ഒന്നാമത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു അവിയൽ രൂപത്തിലാണ്. ഇപ്പൊ ഏതൊക്കെ ഗ്രൂപ്പുകൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് വോട്ട് ചെയ്യുക, അവർ വോട്ട് ചെയ്യുക, ബാക്കിയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുക, അവരെത്രമാത്രം വോട്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇടതുപക്ഷം വളരെ സൈലന്റ് ആയിട്ട് പക്ഷെ അതേസമയം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇടതുപക്ഷം ഒരു പ്രസംഗത്തിൽ പറയുന്ന ഒരു വാക്ക് SDPI ജമാഅത്തെ UDF കൂട്ടുകെട്ട് എന്നുള്ളൊരു ഒരു വരി തൊടുത്തു വിടുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ള ഒരു കേന്ദ്ര ചർച്ചാ വിഷയമായി മാറണം. ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലല്ലെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ചർച്ച ചെയ്യപ്പെടണം എന്നൊരു ആവശ്യം ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന തരത്തിലൊരു പ്രസംഗത്തിൽ ഇടതുപക്ഷം അത് തൊടുത്തുവിടുന്നുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ട് ജയരാജനും മുൻപത്തെ ജയരാജന്റെ വാക്കുകളും എല്ലാം കൂടെ അത്തരം ഒരു ചർച്ചയെല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിലെ ശരിക്കും ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയം എന്തായിരിക്കും? ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഈ വോട്ടുകളുള്ള ഒരു ഭിന്നിപ്പ് എല്ലാം ഉണ്ടാക്കിയിട്ട് ലീഗിന്റെ വിമത വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ഗൂഢലക്ഷ്യം ഇടതുപക്ഷത്തിന് പുറകിലുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോഴല്ല ഈ LDF പറഞ്ഞുള്ളത്, നേരത്തെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ തന്നെ, അത് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് SDPIക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും അതിശക്തമായ രൂപത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാം, അത് വർഗീയത വിരോധം എന്ന് പറയുന്നത് SDPIയോട് കാണിക്കുന്ന ഒരു ഇതിനേക്കാൾ കൂടുതൽ ഈ രണ്ട് കക്ഷികളെയും, ഈ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരേപോലെ എതിർക്കുന്ന ഒരു സംഘടനയുണ്ട്. അത് EK സുന്നി വിഭാഗമാണ്. സുന്നികൾ AP സുന്നികൾ സ്വാഭാവികമായിട്ട് LDFന് അനുകൂലമായിട്ടുണ്ട്. EK സുന്നി വിഭാഗത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം അവർ ഒരിക്കൽ പോലും, ഞാൻ അവരുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നതാണ്, അത് അവരുടെ പത്രാധിപരായിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ എനിക്കറിയാം അവർ കൃത്യമായിട്ടും അടുപ്പിക്കരുത് എന്ന് പറയുന്നത് ഒന്ന് RSSനെ, അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയെ, അതേപോലെ SDPI. ഇത് മൂന്നും തീവ്ര സംഘടനകളാണെന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു നിലപാടുള്ളതുണ്ട്. മാത്രമല്ല അതിലിപ്പോ ചെറിയ അങ്ങനെയൊക്കെ നമ്മളൊക്കെ കടന്നാക്രമിക്കുമുണ്ടാവുന്ന പ്രശ്നം നമ്മൾ പതുക്കെ പറയണമെന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഇപ്പൊ ശക്തമായിട്ട്. അതിൽ സമസ്തയ്ക്കകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട്, ലീഗ് അനുകൂല ഗ്രൂപ്പും ലീഗ് വിരുദ്ധ ഗ്രൂപ്പും. ഈ ലീഗ് വിരുദ്ധ ഗ്രൂപ്പിന്റെ സഹായം, പിന്തുണ കിട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് LDF പറയുന്നത്. അത് ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, ഇപ്പോഴാണ് കുടുംബത്തിനെതിരെ, നേരത്തെ ഓഫീസിനെതിരെയൊക്കെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന സമയത്ത് ജയിച്ചല്ലോ
എത്ര വോട്ടിന്റെ വ്യത്യാസത്തിലാണ്? നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 8 സീറ്റ് കൂടുതലാണ് വോട്ടിന്റെ സീറ്റിന്റെ. കഴിഞ്ഞ തവണയുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ സീറ്റ് കുറയുന്നതിന് പകരം സീറ്റ് കൂടിയിട്ട് സെഞ്ചുറിക്ക് ഒന്ന് കുറഞ്ഞു. ആ ഒരവസ്ഥയിൽ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു കാരണം, ഒരു കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും കൊണ്ടുവരാം. SDPI വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട പറയുമ്പോൾ അതേ നിലപാടെടുക്കുന്ന ആളുകൾ ഇപ്പുറത്ത് സഹായിക്കാൻ തയ്യാറാകും. ആ തീവ്രവാദികളുടെ വോട്ട് വാങ്ങുന്നവരോടൊപ്പം ഞങ്ങളില്ലാതെ പറയാൻ EK സുന്നി വിഭാഗത്തിന്റെ മുഴുവൻ ആളുകളും പോവില്ല. കാരണം അതിലിപ്പോഴും വലിയ റിഫ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ പകുതി ആളുകൾ ഇപ്പുറത്തേക്ക് മാറിയാൽ അത് അനുകൂല വോട്ടല്ലേ? കാണാതെ കിട്ടുന്ന അല്ലെങ്കിൽ തങ്ങളുടേതല്ലാതെ കിട്ടുന്ന കുറെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു അവസാനത്തെ ചോദ്യം, ഈ അൻവർ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അൻവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെങ്കിലും അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായിരുന്നു, വസ്തുതാപരമായിട്ടാണ് അദ്ദേഹം, ഫാക്ട് ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പോകെ പോകെ അൻവർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് രണ്ടാമതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് അൻവർ ഒരു മത ധ്രുവീകരണത്തിനുള്ള ഒരു ശ്രമം നടത്തുന്ന പോലെയാണ് അൻവറിന്റെ ചില നീക്കങ്ങളെല്ലാം. അപ്പം എന്റെ ചോദ്യം ഇതാണ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറിന്റെ ഭാവി എന്താകും? അൻവറിന് പിഴച്ചത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അൻവറിന് പിഴച്ച, അൻവർ അതിസാമർത്ഥ്യം കാണിച്ചാണ്. അൻവറിന് ഒരു അദ്ദേഹം വ്യക്തിപരമായ കാര്യങ്ങൾ എടുക്കും. അദ്ദേഹം ഈ ആദ്യത്തെ ആയുധം തൊടുത്തു വിട്ടത് സുജിത്ദാസിനെതിരെയാണ്. സുജിത്ദാസുമായിട്ടുള്ള ഫോൺ സന്ദേശം പുറത്തു വിടുന്നു. അത് കഴിഞ്ഞ് അജിത് കുമാറിനെതിരെ തിരിയുന്നു. ഇവരാണ് മരം കട്ട് കടത്തിയത്, പോലീസ് ക്വാർട്ടേഴ്സിലെ മരം കട്ട് കടത്തിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അത് പിടിക്കുന്നതിനെ കുറിച്ച് അത് അങ്ങനെ പറയുമ്പോൾ എനിക്കൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ. അപ്പം അവിടെ അങ്ങനെ ഉള്ള ഒരു എയർപോർട്ടിൽ നിന്നും സ്വാഭാവികമായിട്ടും വരുന്ന സ്വർണം പിടിക്കാൻ കസ്റ്റംസിന് പറ്റുന്നില്ല. കസ്റ്റംസുകാർ എന്താണ് അടിമുടി പരിശോധിച്ചിട്ട് ഒരു മൊട്ടുസൂചി ഉണ്ടെങ്കിൽ പോലും അവർ കണ്ടെത്തുന്നതായിട്ട് അനുഭവപ്പെട്ടുള്ള ആളാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് അത് പിടിക്കാതെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും പോലീസ് പിടിക്കുന്നു. ഇതെങ്ങനെ പിടിച്ചിട്ട് ആ സ്വർണം മുഴുവൻ കണക്കിൽപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ദിവസവും പത്രം വായിക്കുമ്പോൾ കരിപ്പൂരിൽ നിന്ന് ഇത്ര കിലോ പിടിച്ചു ദിവസവും കാണുന്നു. കസ്റ്റംസ് പിടിക്കുന്നില്ല, പോലീസ് പിടിക്കുന്നു. അപ്പോൾ അൻവർ പറഞ്ഞതിൽ ഒരു ശരിയുണ്ട് എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അതിപ്പോഴും ആ തോന്നൽ സ്വാഭാവികമാണ്. അങ്ങനെ അതൊക്കെ സുജിത്ദാസ് ഉള്ള സമയത്താണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണമായിട്ട് അൻവർ വന്നു. അൻവർ അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ശശിയുടെ അടുത്ത് പറയുന്നു. ശശിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശശി നല്ല മനുഷ്യൻ. അതുവരെ ഈ രണ്ടു പേർക്കെതിരെയാണ് പറയുന്നത്. ശശി ഇത് അവഗണിച്ചപ്പോ ശശി മോശക്കാരൻ, ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നു പറഞ്ഞു, മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറഞ്ഞു. അതുവരെ മുഖ്യമന്ത്രിക്ക് ഒരു കറയുമില്ല. മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടാതായപ്പോൾ അന്വേഷിക്കാൻ കാണാം വാക്കലാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയെ കാണുന്നു. ഗോവിന്ദ മാഷിലാണ് ഇനി പ്രതീക്ഷ എന്ന് പറയുന്നത്. ഗോവിന്ദ മാഷിലെത്തിയിട്ട് ഗോവിന്ദ മാഷും അവസാനം കൈ ഒഴിഞ്ഞപ്പോൾ പിന്നീട് മൊത്തമായി പറയുന്നു. ഇതിനിടയിൽ അദ്ദേഹം പറഞ്ഞ വേറെ കാര്യം, പൂരം കലക്കൽ അദ്ദേഹം ആരോപിച്ചിട്ടുള്ള അജിത് കുമാറും VD സതീശും ചേർന്ന് നടത്തിയതാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി BJP ആയിട്ടുള്ള അപ്പം ഈ നെക്സസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു. ഇതേ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പറയുന്നുണ്ട്, സതീശനെതിരെ പറയുന്നുണ്ട്, ഈ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നുണ്ട്, എല്ലാവർക്കെതിരെയും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ഒരു വാക്കിന് വില വേണം നമ്മൾ പറയില്ലേ. അൻവറിന്റെ വാക്കിന് വിലയില്ല. എന്താ സംഭവിച്ചത്? ഒരു കാര്യം പറഞ്ഞാൽ അത് ഉറച്ചേക്കണം. പറയുമ്പോൾ ആദ്യമേ തന്നെ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ കുഴപ്പക്കാരൻ പറഞ്ഞാൽ മതി. ഇതങ്ങനെ ഓരോ ഘട്ടത്തിൽ പറയും. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി മാറിയിട്ട് സതീശനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. ഈ സതീശനെ തീർത്താലേ രാജ്യം നന്നാവുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് ജനങ്ങൾക്ക് ഇത് അൻവർ എന്ത് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് തോറ്റാൽ ഇവിടെ സതീശന്റെ തലവെട്ടും, സതീശന്റെ തലവെട്ടിയാൽ എനിക്ക് UDFന്റെ പിന്തുണയിലൂടെ നിലമ്പൂരിൽ മത്സരിക്കാൻ പറ്റും, അങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ആളാണ്
അതൊക്കെ നടക്കുമെന്നുള്ളതാണ് ഇനിയുള്ള കാര്യം. കാരണം കുറെ കാര്യങ്ങൾ നടക്കണമല്ലോ. ഷൗക്കത്ത് തോൽക്കണം, ഷൗക്കത്ത് തോറ്റാൽ തന്നെ സതീശനാണ് എന്റെ കുറ്റക്കാരെന്നുള്ളത് സ്ഥാപിക്കപ്പെടണം, മുന്നണി മൊത്തമായിട്ട് സതീശനെതിരെ തിരിയണം. അത് കഴിഞ്ഞിട്ട് സതീശനെ മാറ്റിയിട്ട് വേറൊരാള് നേതാവാകണം. അവരെന്നിട്ട് തീരുമാനിക്കുന്ന അൻവറാണ് ഏറ്റവും നല്ല സഹായി, അയാളെ കൂട്ടാൻ തീരുമാനിക്കണം. ഇതൊക്കെ കുറേ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാവുമ്പോൾ മാത്രമേ നടക്കുന്ന കാര്യമാണ് ഒക്കെ. അത് നടക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. അൻവറിന്റെ കാര്യത്തിൽ അൻവർ ഇനി എങ്ങോട്ടൊക്കെ മലക്കം പറയുന്നത് പറയാൻ പറ്റില്ല. അൻവറിന്റെ മലക്കം മറിച്ചിൽ പല രീതിയിലാവും. അപ്പോൾ എന്തായാലും അൻവർ നല്ലൊരു ഒരു തന്ത്രജ്ഞനായ കച്ചവടക്കാരനായതുകൊണ്ട് അൻവർ എങ്ങനെയും മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാന്ന് പറഞ്ഞാല് അൻവറിന് ഈ തന്ത്രങ്ങൾ എവിടേക്കും ചായച്ചും ചെരിച്ചും കെട്ടാൻ പറ്റും. എന്തായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയൊരു സാറിന്റെ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി അനുവദിച്ചതിന് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് സാർ. നമസ്കാരം.